ഓക്കെ, 1991 മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ. 1991 മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇവിടെ കാണാം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഒരു വിലയിരുത്തൽ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വികസനം കൊണ്ട് എല്ലാമാകില്ല എന്നതിലും GDP സാമൂഹ്യ പുരോഗതിയുടെ ഒരു അളവുകോലല്ല എന്നതിലും ലോകത്തിപ്പോൾ ഏക അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാരുടെ കോട്ടാണ്? ശ്രീ KR നാരായണൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു എങ്ങനത്തെ സമ്പദ്ഘടനയാണ് നമുക്കുള്ളത്? ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഒരു മിശ്ര സമ്പദ്ഘടനയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത്. കാലാകാലങ്ങളായി പല നയങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് ആരാണ് ഗവൺമെന്റ് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് സാമ്പത്തിക വിദഗ്ധർ മിശ്ര സമ്പദ് വ്യവസ്ഥയിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ നയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ സാമ്പത്തിക മുരടിപ്പിൽ നിന്നാണ് രാജ്യത്തിന്റെ വികസന പാതയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഫലമായി ദേശീയ സമ്പാദ്യത്തിൽ വളർച്ച നേടാൻ കഴിഞ്ഞു. വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ മേഖല വികസിച്ചു വന്നു. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സുസ്ഥിരമായ വികസനം ഭക്ഷ്യസുരക്ഷ ഉറപ്പു നൽകി. 1991 ഒരു വികസന ഘടകവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഇന്ത്യ അഭിമുഖീകരിച്ചു. വിദേശ കടത്തിന്റെ തിരിച്ചടവ് പോലും നടത്താൻ ഗവൺമെന്റിന് കഴിയാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ എണ്ണയും മറ്റു പ്രധാന ഇന്ധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിദേശ നാണയ ശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയ ശേഖരം വളരെ പരിമിതമായിരുന്നു. അതായത് രാജ്യത്തിന്റെ കൈവശമുള്ള വിദേശ നാണയ ശേഖരം ഏതാണ്ട് 2 ആഴ്ചക്ക് പോലും എന്തില്ല ആവശ്യമായ ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല. 1991 ഇപ്പം രാജ്യത്തിന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള വിദേശ നാണയ ശേഖരം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു പുതിയ നയങ്ങൾ ആവിഷ്കരിക്കാനും അത് നമ്മുടെ വികസന തന്ത്രത്തിന്റെ ദിശ മാറ്റുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലം നോക്കാം. സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത് 1980-കളിലാണ്. 1980-കളിൽ വിവിധ നയങ്ങളും പൊതുഭരണവും നടപ്പാക്കുന്നതിന് ആവശ്യമായ ധനസഞ്ചയ നികുതികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം, ഇവയിൽ നിന്നാണ് ഗവൺമെന്റ് സാധാരണ നികുതിയിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭത്തിൽ നിന്നുമാണ് സാധാരണ ഗവൺമെന്റ് എന്ത് കണ്ടെത്തുന്നത്? ധനം കണ്ടെത്തുന്നത്. ചെലവ് വരുമാനത്തെക്കാൾ ഉയർന്നതാണെങ്കിൽ കമ്മി വരും. ചെലവ് കൂടി നിന്നാൽ കമ്മി വരും. അപ്പൊ ആ കമ്മി നികത്തുന്നതിനായി ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഗവൺമെന്റ് കടമെടുക്കുന്നു കമ്മി വരുന്ന സമയത്ത്. പെട്രോളിയം പോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായ വിദേശ നാണയം ഡോളർ കയറ്റുമതി, നമുക്കുള്ള ഡോളർ എവിടെ നിന്നാണ് ലഭിച്ചത്? കയറ്റുമതിയിൽ നിന്നാണ് നേടിയിരുന്നത്. രാജ്യത്തിന്റെ വരുമാനം കുറവായിരുന്നെങ്കിലും വികസന നയങ്ങൾ നടപ്പിലാക്കുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങളായ എന്തൊക്കെയാണ് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ജനസംഖ്യാ വിസ്ഫോടനം എന്നിവയെ മറികടക്കുന്നതിനും ഗവൺമെന്റിന്റെ വരുമാനം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന് തുടർച്ചയായി വികസന പരിപാടികൾക്ക് പണം ചെലവിട്ടിട്ടും ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിച്ചിരുന്നില്ല. സാമ്പത്തിക മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? സാമൂഹ്യ മേഖല, പ്രതിരോധം എന്നിവയിലായിരുന്നു ഭൂരിഭാഗം ഫണ്ട് ഗവൺമെന്റ് ആദ്യം ചിലവഴിച്ചിരുന്നത്. സാമൂഹ്യ മേഖലയിൽ, പ്രതിരോധത്തിൽ. അപ്പൊ ഇതിൽ നിന്നുള്ള റിട്ടേൺസ് വളരെ കുറവായിരുന്നു അല്ലെ. അപ്പൊ ആവശ്യത്തിനുള്ള വരുമാനമൊന്നും നമ്മുടെ പൊതുമേഖലയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന കടം പ്രധാനമായി ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് ഗവൺമെന്റ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ കടം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അമിതമായ ചെലവുകൾ നിയന്ത്രിക്കാനോ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവ് നികത്തുന്നതിനാവശ്യമായ കയറ്റുമതി മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നില്ല. അങ്ങനെ
1980-കളുടെ അവസാനത്തിൽ ഗവൺമെന്റ് ചെലവ് വരവിനേക്കാൾ അധികമാകാൻ തുടങ്ങി, അതായത് കമ്മി. ഇത്തരത്തിലുള്ള ഒരു വലിയ വിടവ് കടം വാങ്ങലിലൂടെ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നിരുന്നില്ല. അപ്പൊ മിക്ക ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. കയറ്റുമതിയുമായി ഒരു പൊരുത്തവുമില്ലാതെ ഇറക്കുമതി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇറക്കുമതി വളരെയധികം കൂടി. രണ്ടാഴ്ചയിൽ കൂടുതൽ ഇറക്കുമതിക്ക് ആവശ്യമായ വിദേശ നാണ്യ ശേഖരം പോലും കൈവശമുണ്ടായിരുന്നില്ല. വിദേശ കടങ്ങൾക്കുള്ള പലിശ നൽകാൻ പോലും വിദേശ നാണയം ഇല്ലായിരുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും രാജ്യങ്ങൾ ഇന്ത്യക്ക് കടം നൽകാനും തയ്യാറായിരുന്നില്ല. പശ്ചാത്തലം. ഓക്കെ. സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കുന്ന എന്നാണ് 1980-കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണമായിരുന്നു. വിവിധ നയങ്ങളും പൊതുഭരണം നടപ്പാക്കാനുള്ള ആവശ്യമായിട്ടുള്ള നികുതികൾ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം തുടങ്ങിയ ഉറവിടങ്ങളിൽ നിന്ന് ഗവൺമെന്റ് കണ്ടെത്തുമെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ എന്താണ്, ചെലവ് വരുമാനത്തെക്കാൾ കൂടി നിന്നു, അല്ലെ? അതായത് കമ്മി ഉണ്ടായിരുന്നു. എങ്ങനെ ബാങ്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? ഗവൺമെന്റ് കടം വാങ്ങി, കടമെടുത്തു. അപ്പൊ പെട്രോളിയം പോലെ സാധനങ്ങൾ വാങ്ങാൻ ഡോളർ വേണം, അല്ലെ? വിദേശ നാണയം വേണം. അത് നമുക്ക് കിട്ടുന്ന കയറ്റുമതിയിൽ നിന്നാണ്. അപ്പൊ കയറ്റുമതി കുറയുമ്പോൾ വിദേശ നാണയം കുറയും. ഓക്കെ. ഇപ്പൊ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അന്നത്തെ ജനസംഖ്യ വിസ്ഫോടനം എന്നിവയെ മറികടക്കുന്നതിനും ഗവൺമെന്റിന് വരുമാനം വർദ്ധിപ്പിക്കേണ്ടി. ഓക്കെ. അപ്പൊ നികുതി പോലുള്ള ആഭ്യന്തര ഉറവിടത്തിൽ നിന്നും ആവശ്യമായ വരുമാനം കിട്ടിയില്ല. അതുപോലെ തന്നെ വികസന പരിപാടികൾക്ക് ഗവൺമെന്റ് തുടർച്ചയായി പണം വിനിയോഗിച്ചു, പക്ഷെ അതിൽ നിന്ന് പുതിയ വരുമാനമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് നേട്ടം തിരിച്ചു കിട്ടാത്ത സാമൂഹ്യ മേഖലാ പ്രതിരോധം എന്നിവയിൽ നിന്നും സാമ്പത്തിക നേട്ടം ലഭിച്ചിരുന്നില്ല. അതെ. അതുപോലെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കനുസൃതമായി വൻതോതിലുള്ള വരുമാനമൊന്നും നമ്മുടെ പൊതുമേഖലയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന കടം പ്രധാനമായി ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? കമ്മി വർദ്ധിച്ചു. അങ്ങനെ ചെലവുകൾ നിയന്ത്രിക്കാനോ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവ് നികത്താൻ ആവശ്യമായ കയറ്റുമതി മൂല്യവും നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഇറക്കുമതി ചെലവ് നികത്താൻ ആവശ്യമായ കയറ്റുമതി മൂല്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1980-കളുടെ അവസാനത്തിൽ ഗവൺമെന്റിന്റെ ചെലവ് വരവിനേക്കാൾ അധികമായി. ഓക്കെ. അങ്ങനെ മിക്ക അത്യാവശ്യ സാധനങ്ങളുടെ വില ഉയർന്നു. ഓക്കെ. അതുപോലെ തന്നെ കയറ്റുമതിയുമായി ഒരു പൊരുത്തവും ഇല്ലാതെ ഇറക്കുമതി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പൊ രണ്ടാഴ്ചയിൽ കൂടുതൽ ഇറക്കുമതിക്ക് ആവശ്യമായ വിദേശ നാണ്യ ശേഖരം പോലും കൈവശമുണ്ടായിരുന്നില്ല. അതുപോലെ വിദേശ കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള പലിശ നൽകാൻ പോലുമുള്ള വിദേശ നാണ്യം ലഭ്യമായിരുന്നില്ല. ഓക്കെ. അതുപോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് കടം നൽകാനും തയ്യാറായില്ല. ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യ ആരെ സമീപിക്കുന്നത്? ലോക ബാങ്കിന്, IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, വേൾഡ് ബാങ്ക്, അതുപോലെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിക്കുന്നു. ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിച്ചു. അങ്ങനെ 700 കോടി അമേരിക്കൻ ഡോളർ വായ്പയിൽ ലഭിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും തുറന്നിടുകയും ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ. വായ്പ ലഭിക്കുന്നതിനായിട്ട്. അങ്ങനെ സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക, വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക, ഇവയൊക്കെയായിരുന്നു ഈ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ നീക്കണം, ഇന്ത്യ വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണം, ഇവയൊക്കെ. അങ്ങനെ ലോകബാങ്കിന്റെ IMFന്റെ നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കുകയും ഒരു പുതിയ ന്യൂ എക്കണോമിക് പോളിസി, അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും തടസ്സങ്ങൾ നീങ്ങി കൂടുതൽ വ്യവസായ വളർച്ച സൃഷ്ടിക്കാനും പുതിയ സാമ്പത്തിക നയങ്ങൾ ലക്ഷ്യമിട്ടു. ഓക്കെ. ഈ നയങ്ങളെ പൊതുവെ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. രണ്ടായി തരംതിരിക്കാം. സുസ്ഥിരമാക്കൽ നടപടികൾ, അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആൻഡ് സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ്, അല്ലെങ്കിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ. അപ്പൊ സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങൾ, രണ്ട് കാര്യങ്ങളാണ്.
സുസ്ഥിരമാക്കൽ നടപടികൾ അതിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ഈ സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടികളാണ്. സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. അടവ് ശിഷ്ടത്തിൽ, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാനുമാണ് ഈ സുസ്ഥിരമാക്കൽ നടപടികൾ ലക്ഷ്യം വെച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണയ ശേഖരം നിലനിർത്തുക. ഓക്കെ, അതുപോലെ വിലക്കയറ്റ നിയന്ത്രണ വിധേയമാക്കുക. വിദേശ നാണയ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റ നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സുസ്ഥിരമാക്കൽ നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ദീർഘകാലമാണ്. ദീർഘകാല നടപടികളാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. അതുകൊണ്ട് അപ്പൊ സുസ്ഥിരമാക്കൽ നടപടികളിലൂടെ ഉദ്ദേശിക്കുന്നത് കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. അതുപോലെ വിദേശ നാണയ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇനി ഘടനാപരമായ പരിഷ്കാര നയങ്ങൾ, അവയെല്ലാം ദീർഘകാല നടപടികളാണ്. അപ്പൊ അത് എന്തൊക്കെയാണ് ദീർഘകാല നടപടികൾ? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക, അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക, അതുപോലെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഇപ്പൊ ദീർഘകാല പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് എന്തൊക്കെ വന്നത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം ആൻഡ് ആഗോളവൽക്കരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം. ഓക്കെ, ഉദാരവൽക്കരണത്തെ കുറിച്ച് പറയുന്നത് ഇതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാല്, മുമ്പ് സൂചിപ്പിച്ച പോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ. മറ്റേത് കുറെ സമ്പദ് വ്യവസ്ഥയിലെ കുറെ ഭാഗങ്ങൾ പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് സംവരണമൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇനിയിപ്പോ വിവിധ മേഖലകളും സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുക എന്നതാണ്. ഉദാരവൽക്കരണ നയങ്ങൾ 1980കളിൽ തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. അപ്പൊ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചത് 1980കളിലാണ്. ഇവ പ്രധാനമായും എന്തൊക്കെയായിരുന്നു ഉദാരവൽക്കരണ നടപടികൾ? വ്യവസായ അനുമതി നൽകൽ, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അതുപോലെ കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി ആൻഡ് സാങ്കേതിക വിദ്യ നവീകരണം, ടെക്നോളജി അപ്ഗ്രഡേഷൻ, അതുപോലെ ധനനയം, വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഇവ നടത്തി. അപ്പൊ 1991 തുടങ്ങിയ ഉദാരവൽക്കരണം കൂടുതൽ സമഗ്രമായിരുന്നു. 1991 അതിനുശേഷം കൂടുതൽ ശ്രദ്ധ കിട്ടിയ വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി പരിഷ്കാരം, വിദേശ വിനിമയ കമ്പോളങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖലകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഉദാരവൽക്കരണത്തിന്റെ ഫലമായി? വ്യവസായ മേഖലയിലെ നിയന്ത്രണം, അല്ലെ? വ്യവസായ മേഖലയിൽ ഉണ്ടായ നിയന്ത്രണം മാറ്റൽ, അതായത് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡീറെഗുലേഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും എന്തൊക്കെ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതിനും സർക്കാരിൽ നിന്നുള്ള വ്യാവസായിക അനുമതി ആവശ്യമായിരുന്നു നേരത്തെ. അതുപോലെ ഒട്ടനവധി വ്യവസായങ്ങൾ സ്വകാര്യ മേഖല അനുവദിച്ചിരുന്നില്ല. കൂടുതലും പൊതുമേഖലയിലായിരുന്നു. ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട മേഖലയിൽ മാത്രമായിരുന്നു. അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിർണയത്തിലും വിതരണത്തിലും ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. വില നിർണയം, വിതരണം, ഇതിലൊക്കെ ഗവൺമെന്റിന്റെ നിയന്ത്രണം നിലനിന്നിരുന്നു. എന്നാൽ 1991 അതിനുശേഷം തുടങ്ങിയ പരിഷ്കാര നയങ്ങൾ ഇത്തരത്തിലുള്ള മിക്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്
വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെ ഉള്ള മറ്റെല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം എന്തുപറ്റി? അനുമതി പത്ര സമ്പ്രദായം അവര് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് അനുമതി പത്ര സംവിധാനം ഒഴിവാക്കാത്തതാണ് ഈ പറഞ്ഞ മദ്യം, സിഗരറ്റ്, ആപൽക്കരമ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെയുള്ള മറ്റെല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം എടുത്തു കളയുകയാണ് ചെയ്തത്. അതുപോലെ രാജ്യരക്ഷ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവോർജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ, ഇത് മൂന്നും രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവോർജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നിവ എന്തിനായിട്ട് മാത്രം മാറ്റിവെച്ചു? പൊതുമേഖലയ്ക്കായി മാത്രം സംവരണം ചെയ്തു. അങ്ങനെ പൊതുമേഖലയ്ക്കായി മാത്രം സംവരണം ചെയ്തു. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിരുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ആ ഒരു സംവരണം ഇല്ലാതാക്കി. ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. സാധാരണ വില നിർണ്ണയിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു, അപ്പൊ അത് മാറ്റി വില നിർണ്ണയവും വിപണിയെ കൂടി അനുവദിച്ചു. ഇനി അടുത്ത ഇത്രയുമാണ് വ്യവസായ മേഖലയിൽ ഉണ്ടായ ഉദാരവൽക്കരണ നടപടികൾ. അടുത്ത ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് എന്തൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ, നിക്ഷേപ ബാങ്കുകൾ, ഓഹരി വിപണി ഇടപാടുകൾ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്, വിദേശ വിനിമയ കമ്പോളം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളാണ് ധനകാര്യ മേഖലയിലുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്തെ ധനകാര്യ മേഖല നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും വിവിധ നിയമങ്ങളിലൂടെയും നടപടികളിലൂടെയും ആര് നിയന്ത്രിക്കുന്നു? റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നു. ബാക്കിയുള്ള എല്ലാ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന RBI ആണ്. ഓരോ ബാങ്കും കൈവശം വെക്കുന്ന പണത്തിന്റെ അളവ്, ചുമത്തേണ്ട പലിശ നിരക്കുകൾ, അതുപോലെ വായ്പാ രീതികൾ, വിവിധ മേഖലകൾക്കുള്ള വായ്പാ രീതികൾ, ഇവയെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? റിസർവ് ബാങ്ക്. ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ അല്ലെങ്കിൽ കൺട്രോളർ എന്ന സ്ഥാനത്തു നിന്നും സഹായകൻ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന സ്ഥാനത്തേക്ക് റിസർവ് ബാങ്കിന്റെ ചുമതലകളെ മാറ്റുക എന്നത് ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങളുടെ ഭാഗമായി RBI എന്താക്കി മാറ്റി? ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ സഹായകൻ എന്ന നിലയിലേക്ക് കൊണ്ടുവന്നു. അതായത് RBIയുടെ നിയന്ത്രണങ്ങൾ ചില മേഖലകളിൽ എന്ത് ചെയ്തു? നിജപ്പെടുത്തി. റിസർവ് ബാങ്കുമായി കൂടിയാലോചിക്കാതെ തന്നെ ധനകാര്യ മേഖലയ്ക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അവകാശം നൽകിയിരുന്നു. പരിഷ്കാര നയത്തിന്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകൾ എവിടെ വന്നു? നിലവിൽ വന്നു. ബാങ്കുകളുടെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തി. വിദേശ നിക്ഷേപ പരിധി ഉയർത്തി. റിസർവ് ബാങ്കുമായി കൂടി ആലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകി. നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹമായ എന്ത് നൽകി? പ്രവർത്തനാനുമതി നൽകി. നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് പ്രവർത്തനാനുമതി നൽകി. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതിയും ബാങ്കുകൾക്ക് നൽകിയിരുന്നെങ്കിലും രാജ്യത്തിന്റെയും ബാങ്കുകളിലെ നിക്ഷേപകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഭരണനിർവഹണ അധികാരങ്ങൾ റിസർവ് ബാങ്കിൽ തന്നെ നിലനിർത്തി. അതായത് ഒരു കൺട്രോൾ എന്നുള്ള ഒരു രീതിയിൽ കുറെ കാര്യങ്ങൾ റിസർവ് ബാങ്കിൽ തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് മറ്റുള്ള ബാങ്കുകൾക്ക് ചെയ്യുവാനുള്ള അധികാരങ്ങൾ നൽകി. വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, അതായത് വ്യാപാര ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. അതായത് കൂടുതൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള നയങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. RBI ഒരു ഫെസിലിറ്റേറ്റർ, ഒരു സഹായകൻ എന്ന നിലയിലേക്ക് മാറ്റുന്നു. അടുത്ത എന്തൊക്കെ നികുതി പരിഷ്കാരങ്ങളാണ്? സർക്കാരിന്റെ നികുതി വ്യവസ്ഥ, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് നികുതി പരിഷ്കാരം. നികുതി വ്യവസ്ഥയും ചെലവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ധനനയം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള നികുതി, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. വ്യക്തികളുടെ വരുമാനത്തിലും കമ്പനികളുടെ ലാഭത്തിലും ചുമത്തുന്നത് പ്രത്യക്ഷ നികുതിയാണ്. നമുക്കറിയാം, സാലറി ഒക്കെ വരുമ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ടാക്സ് ഉണ്ട്, കമ്പനിയുടെ ലാഭത്തിലുള്ള ടാക്സ് ഉണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് ടാക്സ് ആണ്, പ്രത്യക്ഷ നികുതിയാണ്. 1991 മുതൽ ഈ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചു കൊണ്ടുവന്നു. നികുതി വെട്ടിപ്പ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഉയർന്ന നികുതി നിരക്കാണ് എന്നതുകൊണ്ടായിരിക്കാം നികുതി നിരക്ക് കുറച്ചത്.
നികുതി നിരക്ക് മിതമാകുന്നതോടുകൂടി ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിക്കുമെന്നും സമ്പാദ്യ സ്വമേധയാ വെളിപ്പെടുത്തുമെന്നും പൊതുവെ കണക്കാക്കപ്പെടുന്നു. അതിനാൽ ടാക്സ് കുറച്ചു. മുമ്പ് ഉയർന്ന തോതിലായിരുന്ന കമ്പനി നികുതി കോർപ്പറേറ്റ് ടാക്സ് നിരക്ക് പിന്നീട് ക്രമേണ കുറച്ചു കൊണ്ടുവന്നു. കോർപ്പറേറ്റ് ടാക്സ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പ്രധാന വരുമാന ഉപാധി കൂടിയാണ്. അപ്പൊ അതിന്റെ ടാക്സ് ഒക്കെ കുറച്ചു. സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ഇൻഡയറക്റ്റ് ടാക്സ് പരോക്ഷ നികുതിയിലും പരിഷ്കരണം കൊണ്ടുവന്നു. സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ മേഖലയിലെ പരിഷ്കാരത്തിന്റെ മറ്റൊരു ഘടകം നടപടിക്രമങ്ങൾ ലഘൂകരിക്കലായിരുന്നു. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം ലഘൂകരിച്ചു. പരിഷ്കാരത്തിന്റെ ഭാഗമായി നികുതി ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഇപ്പൊ ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ ലഘൂകരിച്ചു. നികുതി നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. നികുതി നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. അടുത്ത എന്തൊക്കെയാണ് വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ? വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ അടവ് ശിഷ്ട പ്രതിസന്ധിക്ക്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉടനടി പരിഹാരം കാണാനാണ് എന്ത് ചെയ്തത്? 1991 നമ്മുടെ വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പരിഹാരം കാണാനായി ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു 1991. ഇതിന്റെ ഫലമായി എന്ത് പറ്റി? വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു. അല്ലെ, നല്ലൊരു കാര്യമാണ്. വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു. കൂടാതെ വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ നിന്നും മാറി വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഉയർന്നപ്പോൾ എന്താണ്? വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ നിന്നും ആര് തീരുമാനിക്കുന്നില്ല? വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. അതായത് ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നു. വിനിമയ നിരക്ക് RBIയുടെ നിയന്ത്രണത്തിൽ നിന്നും വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി.